ഇന്നത്തെ ആളുകൾ അധികം വരുന്നത് ബുദ്ധി ഉണ്ടാവുക എന്ന് പറയുന്ന സമയത്ത് കള്ളം പറയുക, ഒളിച്ചു വെക്കൽ, ഒരാളെ പറ്റിക്കുക എന്നൊക്കെ ഉള്ളതാണ്. എന്നാൽ അതിന്റെ ഓപ്പോസിറ്റാണ് സത്യം എന്ന് മനസ്സിലാക്കുന്ന ഒരു കഥ ഞാൻ പറയട്ടെ. മദീനയിൽ ഈന്തപ്പഴം വിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനായ വ്യാപാരി ഉണ്ടായിരുന്നു. ഒരു ദിവസം അയാൾ കച്ചവടം ചെയ്യുന്നതിന് ഇടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് വന്നു. വന്ന സമയത്ത് റസൂൽ നോക്കുമ്പോൾ നല്ല ഫ്രഷ് കാരക്ക കണ്ടു. റസൂൽ ആ കാരക്ക നിന്ന് എടുത്തു. കൈവച്ച് നോക്കുന്ന സമയത്ത് താഴെയുള്ള കാരക്കൊക്കെ നനഞ്ഞിരിക്കുന്നു, കേടുവന്നിരിക്കുന്നു. അപ്പോൾ റസൂൽ ചോദിച്ചു, അല്ലയോ സഹോദര, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കച്ചവടം ചെയ്യുന്നത്? ഈ നനഞ്ഞ കേട് വന്ന കാരൊക്കെ എന്തിനാണ് കച്ചവടം ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു, എൻ്റെ കാരക്കെല്ലാം നനഞ്ഞു പോയി എന്നുള്ളത്. അപ്പോൾ റസൂൽ ചോദിച്ച്, നമ്മളെല്ലാവരും അത്ഭുതപ്പെടുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നീ എന്തുകൊണ്ട് ആ നനഞ്ഞ കാരക്ക മേലെ വെച്ചില്ല, എല്ലാവർക്കും കാണുന്ന വിധത്തിൽ എന്നുള്ളത്? അപ്പോൾ ആരെങ്കിലും ഒരാളെ ചതിക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മളിൽ പെട്ടവനല്ല എന്ന് റസൂൽ അവിടെ പറയുന്നുണ്ട്. അതിനുശേഷം ആ വ്യാപാരി ഒരിക്കൽ പോലും ഒരാളെ വഞ്ചിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ അയാളെ വിശ്വസിച്ചു. പിന്നീട് അയാളുടെ ലൈഫിൽ സംഭവിച്ചെന്താന്ന് വെച്ചാൽ അയാളുടെ ബിസിനസ്സിൽ ഒരുപാട് ഉയർച്ച ഉണ്ട്. അയാൾ വലിയൊരു വ്യാപാരിയായിട്ട് മാറി. കാരണം എന്താ വെച്ചാൽ സത്യസന്ധത പറയുമ്പോൾ വിശ്വാസം ഉണ്ടാക്കുന്നു, വിശ്വാസം വിജയത്തിലേക്ക് എത്തിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്, സത്യസന്ധത സ്വർഗത്തിലേക്ക് നമ്മളെ വഴി കാണിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പറയുന്ന സമയത്ത് ആളുകളെ പറ്റിക്കുന്നവനല്ല, മറിച്ച് ഹൃദയം ശുദ്ധമായവനാണ്. അവൻ കൈവെക്കുന്ന എല്ലായിടവും അള്ളാഹു അനുഗ്രഹിക്കും. ഈ ഒരു കാര്യം ശരിയാണെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ എല്ലാ ബിസിനസ്സുകാർക്കും ഷെയർ ചെയ്യും.